വിവാദങ്ങളെ തുടർന്ന് ക്രമസമാധാന വിഭാഗത്തിൽ നിന്ന് മാറ്റിയ ADGP MR അജിത് കുമാറിനെ അന്വേഷണം പൂർത്തിയാക്കും മുമ്പ് സ്ഥാനക്കയറ്റത്തിന് സർക്കാർ അനുമതി നൽകിയിരിക്കുകയാണ്. തൃശൂർ പൂരം കലക്കൽ, RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച, സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളുമായുള്ള ബന്ധം തുടങ്ങിയ ആരോപണങ്ങളിൽ അന്വേഷണം തുടരുന്നതിനിടെയാണ് അദ്ദേഹത്തെ DGP-ആയി ഉയർത്താൻ മന്ത്രിസഭ പ്രധാനമായും അനുമതി നൽകിയത്. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ശുപാർശ മന്ത്രിസഭ അംഗീകരിക്കുകയും ചെയ്യുകയുണ്ടായി. ആരോപണ വിധേയനായാണ് അജിത് കുമാർ എന്ന് CPI മന്ത്രിമാർ ചൂണ്ടിക്കാട്ടിയെങ്കിലും അതൊന്നും പരിഗണിക്കാതെയായിരുന്നു സാങ്കേതികത്വം പറഞ്ഞ് സ്ഥാനക്കയറ്റം ശുപാർശ പ്രധാനമായും അംഗീകരിച്ചത്. കേന്ദ്ര ഡെപ്യൂട്ടേഷനിലുള്ള ADGP S സുരേഷിനും DGP-ആയി സ്ഥാനക്കയറ്റം നൽകും. അജിത് കുമാർ ഉൾപ്പെടെ ആരോപണങ്ങളിൽ പോലീസ് മേധാവി, ക്രൈംബ്രാഞ്ച്, വിജിലൻസ് എന്നിവയുടെ അന്വേഷണം തുടരുകയും ചെയ്യുന്നുണ്ട്. അജിത് കുമാറിന്റെ പേരിൽ നിലവിൽ വിജിലൻസ് കേസുമില്ല. മാത്രമല്ല അദ്ദേഹം സസ്പെൻഷനിലുമല്ല. അതിനാൽ സ്ഥാനക്കയറ്റത്തിന് യാതൊരുവിധ തടസ്സവുമില്ലെന്നാണ് ചീഫ് സെക്രട്ടറിമാരുടെ അധ്യക്ഷതയിൽ ചേർന്ന സ്ക്രീനിംഗ് കമ്മിറ്റി പ്രധാനമായും വിലയിരുത്തുന്നത്. തൃശൂർ പൂരം വിഷയത്തിൽ അജിത് കുമാറിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇതൊന്നും ഗൗനിക്കാതെയാണ് സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ശുപാർശ മന്ത്രിസഭ നിലവിൽ അംഗീകരിച്ചത്. ക്രമസമാധാന വിഭാഗം മേധാവി ADGP മനോജ് എബ്രഹാമിനെ DGP-ആക്കാൻ കഴിഞ്ഞ വർഷം തന്നെ മന്ത്രിസഭ അനുമതി നൽകുകയും ചെയ്തിരുന്നു. അടുത്ത ഏപ്രിൽ ഉണ്ടാകുന്ന ആദ്യ DGP ഒഴിവിൽ മനോജ് എബ്രഹാമിന് സ്ഥാനക്കയറ്റം കിട്ടുകയും ചെയ്യും. ജൂൺ 30-ന് പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ സാഹിബ് ഒഴിയുകയാണ്. സുരേഷ് രാജ് പുരോഹിത് കേന്ദ്ര ഡെപ്യൂട്ടേഷൻ പൂർത്തിയാക്കി സംസ്ഥാനത്തേക്ക് മടങ്ങുകയാണെങ്കിൽ അപ്പോഴുണ്ടാകുന്ന DGP തസ്തിക സീനിയറായ അദ്ദേഹത്തിന് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെയെങ്കിൽ മുതിർന്ന DGP-ആയ നിതിൻ അഗർവാൾ വിരമിക്കുന്ന 2026 ജൂലൈ വരെ അജിത് കുമാറിന് കാത്തിരിക്കേണ്ട സാഹചര്യം വരും. സുരേഷ് രാജ് പുരോഹിത് കേരള സർവീസിലേക്ക് മടങ്ങുന്നില്ലെങ്കിൽ 2025 ജൂലൈയിൽ അജിത് കുമാറിന് DGP സ്ഥാനം ലഭിക്കുകയും ചെയ്യും. 2028 ജനുവരി വരെയാണ് അജിത് കുമാറിന് നിലവിൽ സർവീസിലുള്ളത്.